എത്തുന്നില്ല, സുഖം കിട്ടുന്നില്ല. അതുകൊണ്ട് ഭാര്യമാർ ഇത് യൂസ് ചെയ്യണം. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മാസ്റ്റുർബേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്യാൻ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. സ്ത്രീകൾക്ക് ഓണാക്കി കുറച്ചും കൂടി സ്പീഡ് കൂട്ടി, ഇത് ജസ്റ്റ് എന്നുള്ളൊരു മോഡാണ്. ആസ്ല മാരി എന്ന് പറഞ്ഞ യൂട്യൂബറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം. ആ ഒരു യൂട്യൂബർ ഇടുന്ന വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഉപകാരപ്പെടുന്ന കുറേയധികം വീഡിയോസാണ്. അതിൽ പല പേഴ്സണലായിട്ടുള്ള വീഡിയോസൊക്കെ എപ്പോഴും ഇടുന്ന ഒരു കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ കുറേയധികം കോൺട്രവേഴ്സീസും അതുപോലെ തന്നെ ബാഡ് കമൻറ്റും നെഗറ്റീവ്സും മൊത്തം എന്ത് ചെയ്യുന്നത് ഈ ഒരു ആസ്ല മാരിലേക്ക് കിട്ടുന്നത്. മെയിനായിട്ട് ഈ ഒരു ആസ്ലയുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്നത് മൊത്തം സ്ത്രീകളാണ്. അവർക്ക് വേണ്ടിയുള്ള വീഡിയോസാണ് ഈ ഒരു ആസ്ല എപ്പോഴും വീഡിയോസായിട്ട് ചെയ്തിടുന്നത്. അത് ബെനിഫിറ്റുമാണ്. കമൻറ്റ് ബോക്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾ ഭയങ്കരമായിട്ട് വന്ന് കമൻറ്റ് ഇടുന്നുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറേ അധികം ഡൗട്ടുണ്ടായിരുന്നു, സോൾവ് ചെയ്തതിന് നന്ദിയുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇത് അവർ ഇടുന്നതുകൊണ്ട് തന്നെ ഡീപ്പായിട്ട് സംസാരിക്കുന്നുണ്ട്. ബാക്കിയുള്ള ചാനലിലോ അല്ലെങ്കിൽ നമ്മളൊക്കെ സ്കൂളിലെടുത്താൽ പോലെ തന്നെ ചില എന്താ പറയുക റിപ്രൊഡക്റ്റീവായിട്ടുള്ള അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന സമയം ടീച്ചർമാർ പോലും ആ ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവരുണ്ടെന്ന് പറഞ്ഞാൽ അത് നോർമലായിട്ട് അതിനെക്കുറിച്ച് മൊത്തം ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നു. അതുപോലെ തന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഈ ഒരു ആസ്ല മാർലിക്കെതിരെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് ക്യാമ്പയിനൊക്കെയാണ്. ഭയങ്കരമായിട്ട് എപ്പോഴും എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ കുറേ വട്ടം വീഡിയോസ് ഇടുന്നതിൽ ഫുൾ കമൻസും നെഗറ്റീവാണ് വരുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഉണ്ടെങ്കിൽ അവരതിനെക്കുറിച്ചൊന്നും വലുതായിട്ട് ബോധറൊന്നും ചെയ്യാതെ എന്താ പറയുക അതിനെക്കുറിച്ച് തന്നെ വീഡിയോസ് ഇടുന്നുണ്ട്. അത് ഹെൽപ്പാവുന്ന കുറേ പേരും ഉണ്ട്. സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലേറ്റസ്റ്റ് ആയിട്ട് 2 ദിവസം മുമ്പ് വന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഒരു സെക്സ് ടോയ് എങ്ങനെ യൂസ് ചെയ്യാം എന്ന് പറഞ്ഞ് സ്ത്രീകൾക്ക് വേണ്ടി എങ്ങനെ യൂസ് ചെയ്യാം എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടത്. ഇത് ഭയങ്കരമായിട്ട് അവർ ഡീപ്പായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും നിങ്ങൾ ആദ്യം തന്നെ ഈ തുടക്കത്തിൻ്റെ വീഡിയോ ആ ഒരു ചെറിയൊരു ക്ലിപ്പ് വെച്ചിരുന്നു നിങ്ങൾ കണ്ടിട്ട്. അപ്പോൾ അവർ ഭയങ്കര ഡീപ്പായിട്ട് സംസാരിക്കുകയുണ്ടായിരുന്നു. സോ അതിന് താഴെ വന്ന ആ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വന്നതിന് ശേഷം അതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ ഭയങ്കരമായിട്ട് വന്ന ആൾക്കാർ ഇതൊക്കെ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്, കൊച്ചുകുട്ടികളൊക്കെ കാണുന്നതല്ലേ അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ഇവർക്കെതിരെ ഭയങ്കരമായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനവും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നു. പക്ഷേ അതിനുശേഷം യൂട്യൂബ് തന്നെയാണെന്ന് തോന്നുന്നു ആ ഒരു കമൻറ്റ് ബോക്സ് ഓഫാക്കി വെച്ചത് എന്ന് തോന്നുന്നു, അറിയാൻ വയ്യ. ബട്ട് എന്നതുപോലെ അതിന് ശേഷം ആ ഒരു കമൻറ്റ് ബോക്സ് ഭയങ്കരമായിട്ട് ഓഫ് ചെയ്ത് ഇരിക്കുമായിരുന്നു. കൂടുതൽ ആസ്ല മാരിൽ ചെയ്യുന്നത് ഇത് ഭയങ്കരമായിട്ട് ബെനിഫിറ്റ് ഗേൾസിന് വുമണിന് മാത്രം ബെനിഫിറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ബെനിഫിറ്റായിട്ട് തോന്നുന്ന കുറേ സ്ത്രീകൾ അതിന് താഴെ വന്ന് കമൻറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അവരിപ്പോഴും നിന്ന് പോകുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും എന്ന് പറഞ്ഞ് ഇത് സഹിക്കാത്ത എന്താ പറയുക ഇതൊന്നും മനസ്സിലാവാത്ത ഇപ്പോഴും ഓപ്പണായിട്ട് ചിന്തിക്കാൻ പറ്റാത്ത കുറേ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്ക് ഇത് സെക്സ് എന്ന് പറയുന്ന കേൾക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് എന്തോ പറയുക ഭയങ്കരമായിട്ടൊരു പേടി അല്ലെങ്കിൽ എന്തോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നുള്ള കാര്യം, പ്രത്യേകിച്ച് ഒരു സ്ത്രീ സംസാരിക്കുന്ന സമയത്ത്. പക്ഷേ ഇവർ സംസാരിക്കുന്നതുകൊണ്ട് തന്നെ കുറേയധികം ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാവുന്നുണ്ട്. ഇതൊക്കെ നോർമലായിട്ടുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാവുന്നതുകൊണ്ട് വലിയ ഇത് സംസാരിക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്താ പറയുക ബാക്കിയുള്ളവർ ഷെയർ ചെയ്യുന്നതിനെക്കുറിച്ച് വലിയ കുഴപ്പമില്ല എന്നുള്ളൊരു കാര്യം ഇവർ ഭയങ്കരമായിട്ട് എടുത്തു വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ ഒരു ഇൻഫ്ലുവൻസർ നേരിടുന്നുണ്ട്. പക്ഷേ അതൊക്കെ മാനിക്കാതാണ് അവർ വീഡിയോ ഇടുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഇട്ട വീഡിയോയ്ക്കെതിരെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കമൻസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും എന്നു പറഞ്ഞാൽ അവരത് കൂസലാക്കാതെ തന്നെയാണ് അടുത്ത വീഡിയോസ് എല്ലാം ഇടുന്നുണ്ട്. പക്ഷേ കമൻറ്റ് ബോക്സ് ആ യൂട്യൂബ് തന്നെയാണ് ഓഫാക്കിയതെന്ന് തോന്നിയെങ്കിൽ പോലും ഇതിൻ്റെ ഒരു ക്ലിപ്സ് എന്ത് ചെയ്യുന്നത് ഒരു ഫേസ്ബുക്കിലിട്ടിരുന്നു. ആ ഫേസ്ബുക്കിൽ താഴെ വന്ന കമൻറ്റ്സ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോലും തന്നെ പറയാൻ അറയ്ക്കുന്ന അത്ര ബാഡ് കമൻറ്റ്സാണ് വന്നത്. അത്ര രീതിയിലാണ് അതിപ്പോൾ പുരുഷന്മാരാണ് അങ്ങനെ സംസാരിക്കുന്നതെങ്കിൽ പോലും പിന്നെ എല്ലാ സ്ത്രീകളിലും കുറച്ച് ഭയങ്കരമായിട്ടുള്ള സ്ത്രീകൾ ഇതിൻ്റെ താഴെ വന്ന് ഭയങ്കര കമൻറ്റ്സൊക്കെ ഇട്ട് നിങ്ങളെങ്ങനെ സംസാരിക്കാൻ പറ്റും ഇങ്ങനത്തുള്ള കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻറ്റ്സാണ് അതിനകത്ത് വന്നിരുന്നത്. സോ ഒരു ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെയൊക്കെ ഉള്ള യൂട്യൂബ് ഇങ്ങനത്തെയൊക്കെയുള്ള അതിലൊക്കെ വന്നിട്ട് ഇങ്ങനെ രീതിയിലാണോ സംസാരിക്കുന്നത്, കുട്ടികളൊക്കെ കാണുന്നതല്ലേ, നിങ്ങളെങ്ങനെ സംസാരിക്കുന്നത് വളരെ മോശമായി പോയി, ഇങ്ങനെയൊക്കെ സംസാരിക്കാമോ, അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഇങ്ങനെയൊക്കെയാണോ ഭയങ്കര ഓപ്പണായിട്ട് പറയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് ഭയങ്കര നെഗറ്റീവ്. നിങ്ങളുടെ ഭർത്താവ് എങ്ങനെ, നിങ്ങളുടെ വീട്ടുകാരെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് അവരെ വീട്ടുകാരെ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അവരെ മോശമായിട്ട് സംസാരിക്കുകയും കമൻറ്റ് ബോക്സ് മൊത്തം ഇവർക്കെതിരെ ഭയങ്കരമായിട്ട് എതിർത്ത് നിൽക്കുകയാണ്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഇത് ഉപകാരപ്പെടുന്നവരുണ്ട്, അതുകൊണ്ട് മാത്രമാണ് അവരെ ഫോളോ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഇതിപ്പോൾ ആരും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പം ഇത് കേൾക്കാൻ താല്പര്യമുള്ളവർ, ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട്. സോ അങ്ങനെയുള്ളവർക്കുണ്ടെങ്കിൽ അത് അറിയുന്നതിന് വേണ്ടി മാത്രം വീഡിയോ കാണാം. നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് മെയിനായിട്ടുള്ള കാര്യം. അതല്ലാതെ നിങ്ങൾക്ക് കാണണ്ടെങ്കിൽ കാണണ്ട, അല്ലാതെ ഇടുന്നതുണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണുവാണെങ്കിൽ അതിൻ്റെ ഒരു കമൻറ്റ് ഇടാതിരിക്കുക. അത്ര മോശമായിട്ടൊന്നും കാര്യമായിട്ട് മോശം വല്ല കാര്യമായിരുന്നു യൂട്യൂബ് തന്നെ എന്ത് ചെയ്തു അത് റിമൂവ് ചെയ്ത് കളഞ്ഞേനെ. അപ്പം അതൊന്നും ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. സോ ആർക്കും എന്തിനെക്കുറിച്ച് സംസാരിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോഴത്തേനും ഇതിനെ കാണുന്നവർ, ഇതിനെക്കുറിച്ച് അറിയേണ്ടവർ, ആഗ്രഹമുള്ളവരും ഒക്കെ ഉണ്ട്. അപ്പം അവർക്ക് വേണ്ടിയാണ് അവർ വീഡിയോ ചെയ്യുന്നത്. അതിനൊരു കുഴപ്പമില്ല. എനിക്ക് പേഴ്സണലായിട്ട് അത് കുഴപ്പമില്ല. കുറേയധികം
ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നു ഇതിനെക്കുറിച്ചുള്ള അറിവ് കിട്ടും. അപ്പോഴത്തേനും എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇത് വലിയ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല, നിങ്ങളിതിൽ ഭയങ്കര ബോധറാവേണ്ട, ഇതൊക്കെ പ്രശ്നമുള്ളവർ എന്നുള്ളതാണ് എൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യമാണെങ്കിൽ ഉറപ്പായിട്ട് യൂട്യൂബ് അത് എന്ത് ചെയ്ത് റിമൂവ് ചെയ്ത് കളഞ്ഞേനെ. അപ്പം അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ തന്നെ അത് കുഴപ്പമില്ലാത്ത കാര്യമാണ്. സോ നിങ്ങളുടെ ചിന്താഗതിയാണ്, ഇതിന് പ്രശ്നമുള്ളവരുടെ ചിന്താഗതിയാണ് മാറുന്നത്. നിങ്ങൾ കുറച്ചും കൂടെ ലോകം കാണേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കൾച്ചറും കാര്യങ്ങളൊക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പുതിയ കാര്യങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നത് ഭയങ്കര തെറ്റാണ് എന്നുള്ള കാര്യങ്ങളൊന്നും എപ്പോഴും മനസ്സിൽ വെക്കാതിരിക്കുക. അത് ഭയങ്കരമായിട്ടുള്ള മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. സോ അതുപോലെ തന്നെ നിങ്ങളിപ്പം ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് തന്നെ മോശമെന്ന് പറയുമ്പോഴത്തേന് തന്നെ എന്തോ നിങ്ങൾ ഇതിനെ അടുത്ത് കമൻ്റ് ഇടുന്ന ഇത്ര മോശമായിട്ട് സംസാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ക്യാരക്ടർലെസ് ആയിട്ടുള്ള ആൾക്കാരാണല്ലേ. സോ അതുകൊണ്ട് അവരിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ലേ, കാണണ്ട. അവർക്ക് കാണണമെന്ന് ആഗ്രഹമുള്ളവർ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയണമെന്നുള്ളവർ കണ്ടോളും. സോ ബാക്കിയുള്ളവർ അതിനെക്കുറിച്ച് ബോധം വേണ്ട. ഒരു സ്ത്രീയെ പറ്റി അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മോശമായിട്ട് പറയാം, അവരെ ക്യാരക്ടറിനെ കുറിച്ചൊക്കെ മോശമായിട്ട് പറയാം, അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. സോ അവരെ വീട്ടുകാർക്ക് അവരെ പറ്റി അറിയാം, അത് മാത്രം മതി. നിങ്ങളുടെ ഇതൊന്നും വേണ്ട, സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. സോ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അത് കാണാതിരിക്കും, അത്ര മാത്രമേ ഉള്ളൂ. ചുമ്മാ നിങ്ങൾ ബാഡ് കമൻറ്റ് ഇടുമ്പോഴത്തേക്കും നിങ്ങൾ നല്ല സ്വഭാവമോ, സോ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് അവർ ചെയ്യുന്നതിൽ ഒരു കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല.